സമീപകാലത്ത് CPM-ൽ ചേർന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ അജണ്ടയാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കമെന്ന് വി.ഡി. സതീശൻ. ഐക്യത്തോടെ മുന്നോട്ടു പോയില്ലെങ്കിൽ കേരള ചുമതലയിൽ നിന്ന് ഒഴിയുമെന്ന് ദീപാദാസ് മുൻഷി. നേതാക്കൾ തമ്മിലടിച്ചാൽ പ്രവർത്തകർക്ക് മടുക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. ആരോടും ചോദിക്കാതെ മണ്ഡലങ്ങളിൽ ചുമതല നിർണ്ണയിക്കാൻ വി.ഡി. സതീശൻ ആരാണെന്ന് AP അനിൽകുമാർ. പ്രതിപക്ഷ നേതാവിന് ചില അധികാരങ്ങളുണ്ടെന്ന് വി.ഡി. സതീശൻ പ്രതികരിച്ചതോടെ വാക്കേറ്റം മൂർച്ഛിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കത്തിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിന് നേരെയുള്ള വികാരം ശക്തമാണെന്നും ജനങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും നേതാക്കൾ തമ്മിലടിച്ചാൽ ജനങ്ങൾക്ക് മടുക്കുമെന്നും ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത്. എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഐക്യ സന്ദേശം തുടക്കത്തിലെ ചെന്നിത്തല നൽകി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കമോ അങ്ങനെയൊരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമമോ ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി. അടുത്തിടെ CPM-ൽ ചേർന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നതെന്നും വി.ഡി. സതീശൻ യോഗത്തിൽ പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിന്റെ ചുമതലകളിൽ നിന്നൊഴിഞ്ഞ് മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നികേഷ് കുമാർ ഇപ്പോൾ കണ്ണൂർ CPIM ജില്ലാ കമ്മിറ്റി അംഗമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ AP അനിൽകുമാർ വി.ഡി. സതീശനുമായി വാക്കേറ്റം ഉണ്ടായത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞേക്കുമെന്ന സൂചനയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 60 മണ്ഡലങ്ങളിൽ ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടെന്ന് വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ പാർട്ടിയോട് ചർച്ച ചെയ്യാതെ ആര് ഇതിന് അനുമതി നൽകിയെന്ന് അനിൽകുമാർ ചോദിച്ചു. ഏകപക്ഷീയമായി തീരുമാനം നടപ്പിലാക്കുന്നത് ശരിയല്ലെന്നും അനിൽകുമാർ പറഞ്ഞു. തനിക്ക് പറയാൻ അവകാശമില്ലേ എന്ന് വി.ഡി. സതീശൻ തിരിച്ചു ചോദിച്ചു. പറയുന്നത് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ സംസാരിക്കുന്നില്ലെന്ന് സതീശനും പറഞ്ഞു. ഇവർ തമ്മിലുള്ള തർക്കം രൂക്ഷമായപ്പോൾ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടുകയായിരുന്നു. പിന്നീട് പ്രസംഗം പൂർത്തിയാക്കാതെയായിരുന്നു പ്രതിപക്ഷ നേതാവ് യോഗത്തിലിരുന്നത്. നേതാക്കൾ തമ്മിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിന്റെ ചുമതല ഒഴിയുന്നതാണ് നല്ലതെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞു. പിന്നാലെ നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. അതേസമയം വിവാദമായിട്ടുള്ള കഞ്ചിക്കോട് മദ്യനിർമ്മാണശാല വിഷയവും UDF-ൽ തൃണമൂൽ കോൺഗ്രസിനെ കക്ഷിയാക്കണമെന്നുള്ള PV അൻവറിന്റെ കത്തും യോഗത്തിൽ വന്നെങ്കിലും കാര്യമായ ചർച്ചയുണ്ടായില്ല. നേതാക്കൾ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പ്രവർത്തകർക്ക് കൈമാറാൻ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വാർത്താ സമ്മേളനം നടത്തിയേക്കും. നേരത്തെ നേതാക്കൾക്കിടയിലെ തർക്കത്തിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അടക്കം ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന KPCC യോഗം പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ചിരുന്നു. ഇതിനു പകരമായി UDF യോഗം K. സുധാകരനും ബഹിഷ്കരിച്ചിരുന്നു. തുടർന്നാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗവും മാറ്റിവെച്ചത്. നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പാർട്ടിയിലെയും മുന്നണിയിലെയും പ്രധാന കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെന്ന വിമർശനം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. KPCC പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്നും അതനുസരിച്ച് നടപടികൾ വേഗത്തിലാക്കണമെന്നും ആവശ്യമുയർന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗം മാസത്തിൽ ഒരു വട്ടം ചേരണമെന്ന നിർദ്ദേശം KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചപ്പോൾ അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ നേതാക്കൾ തമ്മിലടിച്ചാൽ മൂന്നാമത് ഒരിക്കൽ കൂടി പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ചില നേതാക്കൾ നൽകുകയും ചെയ്തു.